ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് എങ്ങനെ അയക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കാൻ തുടങ്ങിയപ്പോൾ മുതലുള്ളൊരു പ്രശ്നമായിരുന്നു ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ കഴിയാത്തതും അതുപോലെ തന്നെ പ്രിന്റ് എടുക്കാൻ സാധിക്കാത്തതും. എന്നാൽ ഇപ്പോൾ നമ്മൾ അയച്ച ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കേസ് മാർട്ടിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് സ്മാർട്ടിന്റെ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ സിറ്റിസൺ ലോഗിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അയച്ച ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി ഇവിടെ കാണുന്ന മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ഏറ്റവും അവസാനം കാണുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് സ്ത്രീ സുരക്ഷാ സ്കീം എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് സബ്മിറ്റഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ കാണുന്ന ഐയുടെ ഐക്കണിൽ നമ്മൾ ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മൾ അയച്ച ആപ്ലിക്കേഷൻ വ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ഡൗൺലോഡ് ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് അക്നോളജ്മെന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് ഇനിഷ്യേറ്റഡ് എന്നാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അത് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ സബ്മിറ്റഡ് എന്ന് പറയുന്ന ഭാഗത്ത് അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ അയച്ച ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ റിട്ടേൺ ടു സിറ്റിസൺ എന്ന സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മൾ അയച്ച ആപ്ലിക്കേഷനിലെ പോരായ്മകളൊക്കെ തിരുത്തി വീണ്ടും റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.